ഹലോ അസ്സാമു അലൈക്കും റംദാൻ മുബാരക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നാലാമത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നല്ല അടിപൊളി മക്രോണിൻ്റെ റെസിപ്പി ഉണ്ട്, അതേപോലെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ മക്രോണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 5 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതാദ്യം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ വേണ്ടത് 5 തക്കാളിയാണ്, അതും ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ വേണ്ടത് ഒരു 6-8 പച്ചമുളക്, അത് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആദ്യം ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ മക്രോണി ഉണ്ടാക്കുന്നത് രാത്രിത്തേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മക്രോണിയുടെ കൂടി നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകില്ലേ, അത് ക്രഷ് ചെയ്തെടുക്കുക. ഒരു 6-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആകുമ്പോൾ ആണ് നല്ല ടേസ്റ്റും കിട്ടൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയിൽ അത് ഇട്ട് കൊടുക്കുക. അത് നല്ല ബ്രൗൺ കളറാകുന്നവരെ സോട്ട് ചെയ്യണം. ആ സമയം നമുക്ക് ഇലു എണീച്ചിട്ടുണ്ട്, ഓന് ഫുഡ് കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് സവാള നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് ഒരു മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ലപോലെ പച്ചമണം മാറിയിട്ട് സവാളയുടെ കൂടെ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉപ്പാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ തക്കാളിയും ബാക്കി എല്ലാ സാധനവും കൂടി നല്ലപോലെ ഉടഞ്ഞ് മിക്സായി കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ല പോലെ ഉടഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരുംജീരകം ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് ചേർത്താൽ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ അര കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇത് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്കായിക്കോട്ടെ. അങ്ങനെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ആന്നിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ബോയിൽ ചെയ്ത ഗ്രീൻ പീസാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മക്രോണിയുടെ കൂടെ ഗ്രീൻ പീസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ ചേർക്കുന്നത് 2 മാഗി ക്യൂബ്സാണ്. ഇത് ഓപ്ഷനല്ലാന്ന്, ചിക്കനൊന്നും ചേർക്കാത്തതുകൊണ്ട് ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കത്തിൻ്റെ നേരെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മക്രോണിയുടെ മസാല റെഡി ആയിട്ടാണ്. ഇത് നമുക്കൊരു 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മക്രോണി കുക്കാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇത് കൂടി തിളക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മക്രോണി ഒട്ടിപ്പിടിക്കൂല, പിന്നെ കട്ടാവില്ല, നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കിലോൻ്റെ പാക്കറ്റാണ് എടുത്തത്. നിങ്ങൾ കുറവാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ അളവിൽ ചെയ്താൽ മതി. ഞാൻ ഈ മസാല റെഡിയാക്കിയത് 1 കിലോ മക്രോണിൻ്റെ കണക്കിലാണ് കേട്ടോ.
ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ആകുമ്പം നോക്കുമ്പോൾ നമുക്ക് മക്രോണി നല്ലപോലെ കുക്കായിട്ടുണ്ടാവും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇറക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി പൈപ്പ് തിരിച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച മക്രോണി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെയ്താൽ മക്രോണി ഒട്ടിപ്പിടിക്കില്ല, കട്ടാവില്ല കേട്ടോ. നല്ലപോലെ സോഫ്റ്റായിട്ട് ഓരോന്നായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാലയില്ലേ, അതിലേക്ക് ഈ മക്രോണി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഗ്രീൻ പീസും മക്രോണിയുടെയും കോമ്പിനേഷൻ അടിപൊളി ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ കുറേ ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് ഞാൻ ഇതുപോലത്തെ ക്ലീനിങ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്ലീനിങ് എല്ലാം ചെയ്യാൻ ബാക്കിയുണ്ടായിന്. പിന്നെ ഇഫ്താർ സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടാ. ഫ്രീസറിൽ കുറച്ച് ഫ്രീസ് ചെയ്ത സ്നാക്സ് ഉണ്ടായിന്, അതന്നെ പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മക്രോണിയും പിന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടെല്ലാം വന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ക്ലീനിങ് എല്ലാം ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് നോമ്പിന് ഓതാനും നിസ്കരിക്കാനെല്ലാം കുറേ സമയം വേണ്ടേ. നോമ്പിന് ഡെയിലി ഒരു ജ്യൂസ് ഓതിയാൽ നമുക്ക് എന്തായാലും ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഓരോരോ വക്തിൽ 2 പേപ്പറായിട്ട് ഓതാൻ നോക്കണം കേട്ടോ. അപ്പോൾ 10 പേപ്പറല്ലേ ഒരു ജ്യൂസ് വരുന്നത്. അപ്പോൾ ഓരോരോ വക്തിൽ 2 പേപ്പർ ഓതിയാൽ ഒരു ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ ഓതാം, അല്ലെങ്കിൽ സമയം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഇൻഷാല്ല ഒരു ഖത്തം ഫിനിഷ് ആവും. പിന്നെ ഡ്രസ്സിങ് ടേബിൾ ഓർഗനൈസ് ചെയ്യാനും പിന്നെ അൽമറെല്ലാം ക്ലീൻ ചെയ്യാനെല്ലാം കുറേ പണി ബാക്കിയുണ്ട്. അതെല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റില്ലേ ഇല്ല. ഇൻഷാല്ല ആ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റൂമെല്ലാം ഒന്ന് അടിച്ചു വാരി ഫുള്ളൊന്ന് തുടച്ച് ക്ലീൻ ആക്കലാന്ന്. അങ്ങനെ ക്ലീനിങ്ങും ഫ്രഷാലും നിസ്കാരവും അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് പോലാന്ന്. അപ്പോൾ ഇതാ പുറത്ത് നല്ല കാറ്റും ഇടിയെല്ലാം ഉണ്ട്. മഴ വരുമോ എന്നറിയില്ല. മഴ വന്നാൽ കുറച്ച് തണുക്കട്ടേന്, അത്രയ്ക്ക് ചൂടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കലാന്ന്. ജ്യൂസ് ഇപ്പോഴേ റെഡിയാക്കുന്നില്ല കേട്ടോ. വേറെ ഏതെങ്കിലും ജ്യൂസ് ആണെങ്കിൽ നേരത്തെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കും. പക്ഷേ ഓറഞ്ച് മുസമ്പിയെല്ലാം അതുപോലെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കഴിക്കൂലേ. അതുകൊണ്ട് കുരുവും തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ടപ്പറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കലാന്ന്. പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ എല്ലാം ജ്യൂസ് അടിക്കലാന്ന്. ആ സമയമാകുമ്പം കഴിക്കൂലല്ല. പിന്നെ മുസമ്പി ഓറഞ്ചെല്ലാം പൾസ് അടിച്ചാൽ കഴിക്കാണ്ടിരിക്കും, ഇല്ലെങ്കിൽ എന്തായാലും കഴിക്കലാന്ന്. പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആ സമയമാകുമ്പം ഇഫ്താറിൻ്റെ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൈ ആക്കലാന്ന്. ആ സമയം വരെ ആക്കലില്ല കേട്ടോ. ചൂടോടി കഴിക്കാൻ വേണ്ടിയിട്ട് ലേറ്റായിട്ടാണ് ഫ്രൈ ആക്കൽ. ഇപ്പോൾ ഇന്ന് സമൂസ പിന്നെ കായട കരിയട അതെല്ലാം കുറേച്ചായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഫ്രൈ ആക്കി എടുക്കലാന്ന്. അങ്ങനെ അപ്പെല്ലാം പൊരിച്ച് വെച്ച് പിന്നെ കുറച്ച് സമയം പുറത്തിരിക്കാമെന്ന് വിചാരിച്ച് ഇനി ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പം എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം.
ഇത് ഞാനന്ന് ഗ്രോസറി ഷോപ്പിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിന് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്. അതടിച്ച് തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല സ്വീറ്റായിട്ട് അടിപൊളിയാണ്. ഞാനിതിൻ്റെ റെസിപ്പി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ട, കുറേ ലെങ്തി ആവണ്ടെന്നില്ലയിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാല്ല ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും റംദാൻ മുബാരക്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും അസ്സലാമു അലൈക്കും.